ചൈനയുടെ ചില തീരുമാനങ്ങളിലും നീക്കങ്ങളിലും അതുപോലെ മാൽദ്വീപിന് ചൈന നൽകുന്ന പിന്തുണ, മാൽദ്വീപ് ചൈനയുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ നടത്തുന്ന ചില പ്രസ്താവനകളിൽ ഒക്കെ ശക്തമായി പ്രതികരിച്ച ഇന്ത്യ. വ്യക്തമായി പറഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ നൽകിയിരിക്കുന്നത്. ചൈന ഇന്ത്യ അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കപ്പെടുന്നതുവരെ മറ്റ് മേഖലകളിൽ ഇന്ത്യയുടെ സഹകരണം ചൈന പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ തുടരണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ആഗ്രഹം. എന്നാൽ ചില വിഷയങ്ങളിൽ പെട്ടെന്ന് പരിഹാരം കാണാനാവില്ല. ചൈന കൂടി സഹകരിച്ചെങ്കിൽ മാത്രമേ എല്ലാത്തിലും പരിഹാരം കാണാൻ സാധിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് എസ് ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. നാഗ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ ഭൗമരാഷ്ട്രീയത്തിൽ ഭാരതത്തിൻ്റെ ഉയർച്ച എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു എസ് ജയശങ്കർ. അതിർത്തിയിലെ സംഘർഷത്തിൽ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരേ സമയം യുദ്ധം ചെയ്യാനും വാണിജ്യബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. നയതന്ത്രപരമായ പ്രശ്നങ്ങളിൽ പരിഹാരം അതിവേഗമുണ്ടാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി തർക്കങ്ങളിൽ പരിഹാരമുണ്ടാകുന്നതുവരെ മറ്റ് കാര്യങ്ങളിൽ സഹകരണം ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ചൈനീസ് പ്രതിനിധിയോട് എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യാനും മറുവശത്ത് വ്യാപാരത്തിൽ ഏർപ്പെടാനും സാധിക്കില്ല. അതിർത്തിയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ധാരണയുണ്ടായിട്ടില്ല. തർക്കപ്രദേശങ്ങളിൽ സൈനിക നീക്കം പാടില്ല എന്ന ധാരണയുണ്ട്. എന്നാൽ 2020 ചൈന അത് ലംഘിച്ചു. ഇതിനെ തുടർന്നാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യക്ക് കൂടുതൽ സൈനിക വിന്യാസം നടത്തേണ്ടി വന്നത്. ഗാൽവനിലെ ഏറ്റുമുട്ടൽ ഇതിൻ്റെ തുടർച്ചയായിരുന്നുവെന്നും എസ് ജയശങ്കർ പറഞ്ഞു. മാലദ്വീപുമായി നല്ല ബന്ധം തുടരാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ രാജ്യം കൂടി അത് കരുതണമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. രാഷ്ട്രീയമായ മാറ്റങ്ങളുണ്ടാകാം, എന്നാലും ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം ആ രാജ്യത്തെ ജനങ്ങൾക്കറിയാം, ആ രാജ്യത്തെ മറ്റ് നേതാക്കൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഇപ്പോൾ ഉലച്ചിൽ തട്ടിയിരിക്കുന്നു ആ വിഷയങ്ങളിൽ എന്നുള്ളതാണ് എസ് ജയശങ്കർ പറയുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യാപാര സാമ്പത്തിക വികസനത്തിലും ഇന്ത്യയുമായുള്ള ബന്ധം മാലദ്വീപിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഗുണഫലങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കരുത് മാലദ്വീപ് എന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും മാലദ്വീപുമായി അടുത്തിടെയുണ്ടായ ഭിന്നതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് എസ് ജയശങ്കർ പ്രതികരിച്ചു. വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ധാരാളം ഇന്ത്യക്കാർ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് വ്യക്തിപരമായ തീരുമാനമാണെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. വിദേശത്തേക്ക് പോകുന്നവരെ മോശക്കാരായി കാണരുതെന്നും വ്യോമയാനം, ഷിപ്പിംഗ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ രംഗങ്ങളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് അഭിമാനകരമായ കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാലദ്വീപ് വിഷയത്തിൽ ശക്തമായ നീക്കങ്ങൾ ഇന്ത്യ നടത്തുമോ എന്ന ചോദ്യത്തിന് അത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്നുള്ള ഒരു മറുപടിയാണ് എസ് ജയശങ്കർ നൽകിയത്. മാലദ്വീപുമായി സഹകരണം തുടരും. പക്ഷേ ആ രാജ്യം കൂടി അത് കരുതേണ്ടതുണ്ട്, വിചാരിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ചർച്ചയായ ഒരു വിഷയമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ മാലദ്വീപിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി പ്രതികരിച്ചതിൽ ഇന്ത്യ വളരെ ശക്തമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറല്ല എന്നുള്ള സൂചനയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി നൽകുന്നത്. ഒപ്പം ചൈനയ്ക്കും മുന്നറിയിപ്പാണ്. മറ്റേ ബന്ധങ്ങൾ നന്നായി വരാതെ ഈ അതിർത്തിയിലുള്ള സംഘർഷങ്ങളൊക്കെ തന്നെ അവസാനിക്കാതെ സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് എത്താതെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ത്യ അടങ്ങിയിരിക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കും എന്നുള്ള ഒരു പരോക്ഷമായ സൂചനയും എസ് ജയശങ്കർ നൽകുകയുണ്ടായി.